Wild, wild world, wild world. Give my girl. Wild world. Take it. Wow, disturbance. Hello, Is this Santinoni? Santinoni. I need stuff, man. Stuff? What stuff? I don't know, man. I'm an innocent man. Okay? This is Vinay. Vinay Pal from Chennai. AK Samis and Ganay friend from Chennai. Acha. Vinay. Yeah, Vinay Pal. I am in Goa now. Vinay, where are you, man? Vinay. എടാ നിന്നെ ആരോ വിളിക്കുന്നടാ. ഹേയ് വിനയ് സർ. Hi, Vinay. Hey, who are you? I'm Santinoni, man. ഏയ് ഈ സാന്റിനോണിയെ പറ്റിയാടാ പറഞ്ഞേ. തോർ സപ്ലൈ. നിന്റെ ചേട്ടൻ എന്നോട് ദേഷ്യമുണ്ടെന്ന് കരുതി ഇവിടെയാളെ വിട്ടേ. ഏയ് വിനയ് വെറുതെ വഴക്കൊന്നും പോണ്ടടാ. ഏയ് വിനയ് വേണ്ടടാ. ഏയ് ഇഡിയറ്റ് എന്തിനാടാ അവനെ അടിച്ചേ? It's my style, baby. ഇഡിയറ്റ് I'll call the police. It's my style, വിനയ് baby. are you Cool okay? down. മതിയായില്ലേ നിനക്ക്? നിനക്കെന്താ പ്രാന്താണോ? തിരിച്ചടിക്ക് വിനയ്. Hey. Bloody shit. Oh my god. Yeah. Oh വിനയ്. How is it, baby? Leave it now. Hey. I will shoot you. Funny, huh? Hey. Leave it now. I will shoot you. Get lost. Hey. I will shoot you. This is not toy, baby. Vinay. Hi, baby. What do you, baby shampoo? നീ പേടിക്കൊന്നും വേണ്ട, അതിൽ ബുള്ളറ്റ്സ് ഒന്നുമില്ല. നോ ബുള്ളറ്റ്സ് മാൻ. No bullets? നിന്റെ ഷോ മതിയാ ഗണ്ണിങ്ങതാ. No bullet? No bullet? Come on, shoot me. Come on, shoot me, man. Shoot me. In the world, in the way, I will shoot you, man. No. Hi. Shut up. I will shoot you. No. എപ്പോഴും തോക്കിൽ ബുള്ളറ്റ് ലോഡ് ചെയ്ത് നടക്കാൻ ഞാൻ എന്താ മണ്ടനാന്ന് കരുതിയോടാ. വിനയ് എസ്കേപ്പ്. വെറുതെ ഒരു ഗോവ ട്രിപ്പ്. ഇതുകൊണ്ടാ ഞാൻ ആരെയും ഇവിടുന്ന് വെളിയിലേക്ക് വിടാത്തത്. ഞാൻ ശരിക്കും അന്വേഷിച്ചു. അവർ ലോക്കൽ ഡ്രഗ് ഗ്രൂപ്പാ. ബീച്ചിന് സാധാരണ പോലെ തുടങ്ങി വളർന്നു വന്നതാ. മാംഗ്ലൂർ ഫോൺ ചെയ്ത് MP വിളിക്ക്. ഷിമോഗ രാജശേഖരനോട് വിവരം പറയ്. ഗോവയിലെ ഇൻസ്പെക്ടർ ആരാണെന്ന് അന്വേഷിക്കുക. നമ്മുടെ പേര് വെളിയിൽ വരാൻ പാടില്ല. അങ്ങനെ ചെയ്യ്. ശരി സാർ. അച്ഛാ, വിനയ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മോട്ടിവേഷൻ ഒന്നുമില്ലാതെ സംഭവിച്ചതുപോലെയാ തോന്നുന്നത്. അല്പം തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോളിപ്പോ കാണില്ലായിരുന്നു.
സമയം ശരിയല്ലെങ്കിൽ ശത്രു മൂക്കിന്റെ അടി വരെ ഒളിച്ചിരിക്കും. ഇപ്പൊ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വിനയ്. ഒന്നും സംഭവിച്ചില്ല എന്ന് വിചാരിച്ചാ മതി. ഇപ്പൊ രാജപ്പൻ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കില്ല. എന്താ? ആ സാന്റിനോണി ഗ്രൂപ്പ് AK സ്വാമിയുടെ മോനെ ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പാ. അവൻ ഗോവയ്ക്ക് പോയി ഇവന്റെ കൂടെ അവൻ ചുറ്റുന്നത്. അതുകൊണ്ട് പിന്നെ എങ്ങനെ പ്ലാൻ ചെയ്തില്ല എന്ന് പറയാൻ പറ്റും? എന്ത് മോട്ടിവേഷൻ? ലോജിക്കലായിട്ട് പറയടാ. ഇത്ര വർഷമില്ലാതെ ഇപ്പൊ എന്താ കാര്യം? AK സ്വാമിയുടെ മോൻ പ്രേമിക്കുന്ന പെണ്ണിനെ നിന്റെ അനിയൻ കടത്തിക്കൊണ്ട് വന്ന ഈ മോട്ടിവേഷൻ പോരെ? അതൊന്നും അച്ഛൻ അറിയത്തില്ല. ഇപ്പൊ പറഞ്ഞാലേ പറ്റൂ ഇതാ മോട്ടീവ് ഒന്നും. ഇപ്പൊ പറഞ്ഞ ആ ഗ്രൂപ്പ് ആഗ്രഹിച്ചത് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ അച്ഛൻ വിനയെ വരട്ടും. അതാ പ്രശ്നം. എന്താ ആർഗ്യുമെന്റ്? ഒന്നുമില്ല അച്ഛാ, ലോജിക്കില്ല സംസാരിക്കരുതെന്ന് പറയായിരുന്നു. ഒരു കാര്യത്തിൽ ലോജിക് നോക്കരുതെന്നാ പറഞ്ഞ്. പഴി തീർക്കാൻ പുതിയ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? പഴയ കാരണം പോരെ. ബ്രഹ്മ പറയുന്നതിനെ പറ്റി ചിന്തിച്ചേ മതിയാവൂ. എന്തിനു ചിന്തിക്കണം? രായപ്പ, നിനക്കിപ്പോ മറവിയുള്ള പ്രായം. അവനിപ്പോ ഓർമ്മിക്കുന്ന പ്രായം. എടാ വേൾഡ് മാപ്പേ, ബ്രഹ്മ വെറും $10 മാനം കളഞ്ഞ കണ്ടോ? $10 10 × 10 എത്ര? അതറിയെങ്കിൽ ഞാൻ നിന്റെ കൂടെ കളിക്കാൻ പറ്റുമോ? 650 രൂപ എനിക്ക് തരണം. ബ്രഹ്മ ഒരു $10 കൊടുത്ത് തന്നെ മാനം ഒന്ന് രക്ഷിക്കടാ പ്ലീസ്. നിനക്ക് ഡോളർ തന്നെ വേണോ? എങ്ങനെയുണ്ട്? ആദ്യമായി വാങ്ങിയ ബെൻസ് കാർ. ഇത് വാങ്ങിയതിനു ശേഷം ആദ്യ കപ്പലിൽ ലീസിനെടുത്തത്. രാജപ്പ, നീ ഒരുപാട് പേടിച്ചില്ലേ? വലിയ ബാധ്യതയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ശരിയല്ലേ? അപ്പൊ തന്നെ 12 കോടി രൂപ പ്രോഫിറ്റ് കിട്ടി ആ കപ്പലിൽ നിന്ന്. ലീസിനെടുക്കാമല്ലോ. എടുക്ക് സാറേ. രാജപ്പ, നിന്നോടല്ല അവനോടാ ചോദിച്ചത്. ഇവൻ എന്തറിയാൻ കപ്പലിനെ പറ്റി? കൊച്ചു പയ്യൻ. പാരയാ? ഇതിന്റെ ഓണർ ഇപ്പൊ എവിടാന്നാ പറഞ്ഞേ? ഫിലിപ്പീൻസിലേക്കല്ലേ പോയേക്കണത്? അതെ സാർ. എന്റെ ലണ്ടൻ ഓഫീസിലേക്ക് ഉടനെ വിളിക്കാൻ പറ. ഓക്കെ സാർ. എന്തിനാ വിജയ് ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നേ? അവിടെ നോക്കിയേ. 104 കോടി കഴിഞ്ഞ വർഷം ടേൺ ഓവർ തന്ന ഷിപ്പാണ് സാർ. വളരെ ലക്കിയാണിത്. യുനോ. ആരുമില്ലല്ലോ. ഡ്രൈവർ അവിടെ. വണ്ടി തന്നെ ഓടി വന്ന പോലെ തോന്നുന്നു. അയ്യോ അച്ഛൻ. അയ്യോ, സാറിനൊന്നും പറ്റിയില്ലല്ലോ. വണ്ടി ഗിയർ തന്നെ റിലീസ് ആയതെന്ന് തോന്നുന്നു. രായപ്പ, AK സ്വാമി കമ്പനിക്കും ഹാർബറിലെ ലോറി കോൺട്രാക്ട്. നീ പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കണ്ട. എന്താ കണ്ടാല് അവിടെ നോക്ക്, നമ്മുടെ 2 പേര് പോയി. അയ്യോ 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 അയ്യോ, എന്താ പറ്റിയതാ? എന്താ പറ്റിയതാ? അയ്യോ. അമ്പ്രോ അവിടെ വെക്ക്. ഐ വിൽ ഗെറ്റ് ബാക്ക് യു സർ. ബ്രഹ്മ, അങ്ങനെ വരാതെ ചുറ്റുവാ. കൃഷ്ണസ്വാമി വരുന്നത് വരെ ഈ സ്ഥലത്തൊന്നും ഞാൻ എവിടേക്കുമില്ല. ഒരുപാട് തിരക്കിനിടയിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാ വന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റ് റെഡിയാണ് സാർ. ഇനി എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഡൽഹിക്ക് പോകുന്ന വഴിയാ. എന്തിനാ ഇയാള് നമ്മുടെ മുമ്പിൽ ഇത്ര ജാട കാണിക്കുന്നത്? ബസ്സാറിൽ വിട്ടാൽ നല്ലപോലെ ജോലി ചെയ്തോളൂ. എടാ, പെട്രോളും കെറോസിനും സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ എന്തിനായി ഇടയിൽ കിടന്ന് ഞൊളയ്ക്കുന്നത്? ഓ, അപ്പൊ ഇദ്ദേഹം പെട്രോളും അയാൾ കെറോസിനുമാ? അയാൾ പെട്രോൾ ആണേൽ ഞാൻ വൈറ്റ് പെട്രോൾ. കൃഷ്ണസ്വാമി, നീ ശത്രുവാണെങ്കിലും നിന്റെ ഉയർച്ചയിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. 17 വർഷമായി നമ്മൾ പിരിഞ്ഞിട്ട്. നേർക്ക് നേർ വരുന്നതായി എനിക്കിഷ്ടം. എന്താ നടക്കുന്നതെന്ന് അറിയാതെ സംസാരിക്കരുത്. എന്റെ സ്റ്റാഫിനോട് ചോദിച്ചു. ആ ലോറി കൈമാറിയിട്ട് 3 മാസമായി. ഒരു ലോറി കൈമാറിയിട്ട് ആളെ തീർക്കുന്നത് അപ്പോഴേ ഞാൻ വിശ്വസിക്കാതെ വിട്ടു. നീ ഒരുപാട് വളർന്നു, XMB ആയിരുന്നു. എല്ലാത്തിനും ഒരു കാരണം വേണം. ഇതിനൊരു കാരണമില്ലല്ലോ. കാലാകാലമായിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കൊച്ചു പയ്യനായിരുന്നപ്പോ ഇയാളാ സാറിനെ വെടിവെച്ചത്. ഇയാളുടെ ഫേസ് കൂടി എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. ഹിന്ദി പടത്തിൽ ആവശ്യമില്ലാത്തവരൊന്ന് വിളിച്ചു പറഞ്ഞ അച്ഛനെ പ്രകോപിപ്പിക്കല്ലേ ബ്രഹ്മ. എനിക്കെന്താ, അയാൾ ഒരു കാരണമില്ലെന്ന് പറയും. അത് നിങ്ങൾ വിശ്വസിക്കോ? അന്ന് നിന്നെ തട്ടാൻ വേണ്ടി ആളെ വിട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചാലല്ലേ, അച്ഛൻ സമ്മതിച്ചാലല്ലേ. അതൊരു പക്ഷേ ഇവനെ തീർക്കാനുള്ള അറ്റംപ്റ്റ് അല്ലെന്ന് ആർക്കറിയാം.
ഞാൻ ബസാറിൽ ഒറ്റയ്ക്കാ ഉറങ്ങുന്നത്. അതും എല്ലാം മറന്നാ ഞാൻ ഉറങ്ങാറ്. എന്നെ തീർക്കാൻ വേണ്ടി ഇത്ര കോസ്റ്റ്ലി അറ്റംപ്റ്റോ. നോക്ക് സാറേ, നിങ്ങളുടെ രാശിയായ ബെൻസ് വരെ തകർന്നു പോയി. ഒരു പക്ഷെ നമ്മുടെ വിനയ് മാറ്റർ ആയിരിക്കും. അയാളുടെ മോനും നിങ്ങളുടെ അനിയനും വീണയെ പ്രേമിക്കുന്നു. അപ്പൊ നീയും ഒറ്റപ്പെട്ട ഉൾനാടൻ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതെ സാർ, ഞങ്ങളൊക്കെ ഇന്ത്യൻസാ. ഉൾനാടൻ ബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ നിങ്ങൾ പാകിസ്ഥാനാ. ഇങ്ങനെ ലോറിയൊക്കെ വിട്ട് ബോർഡർ ക്രോസ് ചെയ്യല്ലേ? 5 കാശിന് വിലയില്ലാത്ത ഒരു കൊച്ചു പയ്യനെ വെച്ച് എന്നെ വരട്ടുന്നോ? 5 കാശല്ല, 5000 രൂപ വിലയുള്ള പയ്യൻ. കൃഷ്ണസ്വാമി പറഞ്ഞ് ശരിയാ സാർ. അയാൾ സംസാരിക്കുമ്പോൾ താങ്കൾ സംസാരിക്കും. ഇതിനിടെ ഇവനെന്തിനാ വെറുതെ തുള്ളുന്നേ? അങ്ങനെ തുള്ളണമെങ്കിൽ സിംഹക്കുട്ടികൾ പോലെ 2 മക്കളില്ലേ, അവര് തുള്ളട്ടെ. രായപ്പ ഗ്യാപ്പിൽ ഗോൾ അടിക്കില്ലേ? തുള്ളുന്ന തന്നെ രായപ്പ നമ്മുടെ ജോലി. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് തുള്ളി തന്നെ കാണിക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ തുള്ളുന്നില്ല, അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ലെന്നാണ്. രാജപ്പാ. ശരി സാർ. കൃഷ്ണസ്വാമി, നിന്റെ ഫ്ലൈറ്റിന് സമയമായി. നീ പൊയ്ക്കോ. എന്നാ നീ ചെയ്തതിനൊക്കെ അനുഭവിക്കും. അപ്പൊ നിങ്ങൾ ഇനിയും കൺവിൻസ് ആയില്ല, എന്നെ വിശ്വസിക്കുന്നില്ല? കൃഷ്ണസ്വാമി, നിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കണം? ഇതെല്ലാം നീ ചെയ്തത് തന്നെയല്ലേ? അതേടോ, ഞാൻ ആ ലോറി വിട്ടത്. ഇപ്പൊ എന്ത് ചെയ്യും നീ? നിങ്ങളെ മൊത്തത്തിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ല, മിസ്സായി പോയി. ഞാൻ ഇനി ചുമ്മാതിരിക്കില്ല, വീണ്ടും വീണ്ടും try ചെയ്യും. സത്യം മനസ്സിലായല്ലോ, എനിക്കത് മതി. ഇനി നീ സമാധാനത്തോടെ ഉറങ്ങില്ല. ആരോടാ നീ സംസാരിക്കുന്നത്? നീ എന്തിനാ നമ്മളാണോ നീ വെരിറ്റി കാണിക്കുന്നത്? ഒറ്റ തീർച്ചയായിട്ടുണ്ടല്ലോ. ആ വെളിവ് കെട്ടൊക്കെ പിടിച്ചോണ്ട് പോക്കോ, ഇല്ലുകളുണ്ടല്ലോ. നീയൊക്കെ ആരാണെങ്കിലും